ഹായ്, കിടിലമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയൊരു സംഭവമായിട്ട് വന്നിരിക്കുന്ന ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങിറങ്ങിയതാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് കാണിക്കാൻ വെച്ചിട്ടാണ്. നമ്മുടെ ചിമ്മിനി ഡാം, അതായത് ആമ്പല്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 24-25 കിലോമീറ്ററോളം വരും. അപ്പോൾ ആമ്പല്ലൂരിൽ നിന്ന് ഈ 24-25 കിലോമീറ്റർ വരുമ്പോൾ വഴിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മുമ്പേ ഒരു അരുവി കാര്യങ്ങൾ കാണുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. പിന്നിപ്പോൾ നമ്മൾ യാത്രാ വിവരണം കാര്യങ്ങളായിട്ടൊന്നുമില്ല, ഞങ്ങൾ ചുമ്മാ കറങ്ങിറങ്ങിയത് ഒന്ന് ആ സീനറി കാര്യങ്ങളൊക്കെ ഇതിൽ ഒപ്പിയെടുക്കുന്നത് മാത്രം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കണ്ടോ, ഇതൊരു മരത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് രസമായിട്ട് തോന്നുന്നുണ്ട്. അരുവിയിലേക്ക് ഇറങ്ങാം. ഇവിടെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 14 കിലോമീറ്റർ ചിമ്മിനി ഡാമിന് മുമ്പ് വരുന്നവരെ തന്നെ ഫോറസ്റ്റ് ഏരിയയാണ്. അതായത് ആനയൊക്കെ ക്രോസ് ചെയ്യും. ഞങ്ങളിങ്ങനെ പോരുന്ന വഴിക്ക് ആനപ്പിണ്ടൊക്കെ കണ്ടായിരുന്നു. അപ്പം ഇതിൽ കൂടെ വരുന്ന കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ്. കുറച്ച് ധൈര്യവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് വരാം. ഒരു കാടിൻ്റെ ഉള്ളിൽ യാത്ര, അരുവി, സാഹസിക ഇഷ്ടമുള്ളവർക്ക് വരാട്ടോ. കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. നമ്മൾ എന്താ വെച്ചാൽ ആൾക്കാരൊന്നും അധികം ഉണ്ടാവില്ല. മറ്റുള്ള ഡാം പോലെ അല്ല അത്. വരുന്ന വഴിയിൽ കുറച്ച് മൃഗങ്ങൾ, അതായത് ആന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ വിഷ്വൽസ് ഒന്ന് കണ്ടാലോ. ത്തിന്റെ അടിഭാഗമാണ് കേട്ടോ. ശരിക്കൊരു വീടിന്റെ ചുമര റൂമിന്റെ അത്രയുണ്ട്. നമുക്കത് ഭയങ്കര ഒരു കുളിർമയും ഭയങ്കര രസമായിട്ടുള്ളൊരു മരമാണ്. ഇതിന്റെ മുകളിൽ മരത്തിന്റെ ഒരു റൂം പോലെ ഉണ്ട്. ഒരു 10-15 റൂം പോലെ ഉണ്ട്. അറ്റം വരെ ഉണ്ട്. ഇനി നമുക്കിതിലേ അരുവിയിലത്തെ വെള്ളം എന്ത് നല്ല തിളക്കാം. നമുക്ക് അരുവിയിലത്തെ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി വെള്ളാട്ടോ. ധൈര്യമായിട്ട് നമുക്ക് കുടിക്കാം. സൂപ്പറാണ്. നല്ല അടിപൊളി വെള്ളം കാര്യങ്ങളാണ്. കാരണം നമുക്ക് വാട്ടർ പ്യൂരിഫയറിൽ ഇടാതെ അങ്ങനത്തെ പ്യൂരിഫൈഡ് ചെയ്ത വെള്ളത്തിനായിട്ട് നല്ല ടേസ്റ്റുള്ള അടിപൊളി വെള്ളം കാര്യങ്ങളാണ്. നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് കാണാം.
നമ്മളിപ്പോൾ ചിമ്മിണി ഡാമിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഉൾക്കാഴ്ചകൾ കാണാം, ഉള്ളിലേക്ക് പോവാം. ഭയങ്കര നല്ല വ്യൂ ആയിട്ടുള്ള സീനറി. നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം. ഡാമിൻ്റെ ഏകദേശം ഒരു സെൻട്രലായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ സീനറി, മല, കാര്യങ്ങളൊക്കെ കാണാം. ശരിക്ക് ഭയങ്കര രസമായിട്ടുള്ള സംഭവമാണ് നമ്മളെ വെള്ളം, ആ മലയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്ന വഴി കാണണമെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ മതി. നമ്മൾ വന്നത് അതേ വഴിയാണ്. ഇവിടെ നടക്കാണ്, നമ്മളിത് ഇവിടെയൊക്കെ നടന്നിങ്ങനെ അങ്ങോട്ട് പോകാനൊക്കെ പറ്റും. നമ്മളെ കണ്ടോ റോഡ് ഇങ്ങനെ കയറി പോവാം. നല്ലൊരു രസമായിട്ടുള്ളൊരു ഭാഗമാണ്. ഒരു ഭാഗം താഴ്ച, മറ്റേ ഭാഗത്ത് വെള്ളം, അങ്ങനെ ഒരു പ്രത്യേക ഒരു മൂഡ് വരുന്നൊരു സ്ഥലമാണ്. അപ്പം എല്ലാവരും വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മളിതിപ്പോൾ വീഡിയോയിൽ പറയുമ്പോൾ മനസ്സിലാവില്ല, എല്ലാവരും വന്നൊന്ന് കാണണം. പക്ഷേ ഈ വഴിയിൽ ഈ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമായ കാരണം കുറച്ച് റിസ്ക് ഉണ്ട് വരാൻ. കുറച്ച് ധൈര്യം കാര്യങ്ങളും ഉള്ളവരെ നോക്കി കണ്ടു സൂക്ഷിച്ച് വരിക. അപ്പം ഇനി നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം. നമുക്ക് താഴത്തെ കാഴ്ചകൾ കാണാം.
നടന്ന് അവസ്ഥയായി. ഇനി മെയിൻ ഡാമിൻ്റെ ഷട്ടർ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നമുക്ക് വെള്ളമൊക്കെ ചാടുന്ന ഭാഗങ്ങൾ കാണാം. നമ്മൾ വണ്ടിയിലൊന്നല്ല, അവിടെ നിന്ന് തൊട്ട് നടത്താൻ തുടങ്ങിയതാണ്. ഏകദേശം 6 കിലോമീറ്ററോളം നടന്നു. അപ്പോൾ നമ്മൾ നടന്നിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ക്യാമറയിൽ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആവുള്ളൂ വെച്ചിട്ട് ഞങ്ങൾ നടത്തുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഡാമിൽ നിന്ന് ഷട്ടറിൽ നിന്ന് വെള്ളം പോണ ഭാഗം ഒന്ന് കാണാം. നമുക്ക് ഡാമിൻ്റെ താഴെ അപ്പുറത്തെ വശം പോകാണ്ട്, കുറച്ച് നടക്കാണ്ട് വരും. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഓളം നടക്കാണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം.
ഹായ്, ക്ഷീണിച്ചിട്ട് കിടപ്പായി. നല്ല സുഖമുണ്ട് മരത്തിൽ ഇങ്ങനെ കിടക്കാൻ. ചെറിയൊരു മയക്കൊക്കെ മയങ്ങിയിട്ട് ഇങ്ങനെ നടക്കാം. ചെറിയൊരു ഓഫറങ്ങാച്ചില്ല. ഇതൊക്കെ നമുക്ക് കാഴ്ചകളാണ്. അങ്ങോട്ട് നടക്കണം. നല്ല സുഖമുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1.5 കിലോമീറ്റർ മാറി ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക്, അതായത് താഴത്തേക്കുള്ള ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ്. നമ്മൾ ചിമ്മണി ഡാമിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നടന്ന് നമ്മളിവിടെ എത്തി. ഭയങ്കര രസമുള്ളൊരു സീനറി ആട്ടോ. നമ്മൾ പല സിനിമ ഷൂട്ടുകളിലും ഇപ്പോൾ ബാഹുബലിയൊക്കെ കാണുമ്പോഴത്തെ അടുത്തൊരു ആ സീനറിയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ സിനിമയിലെ കാണണം. ഇത് ശരിക്കും നമുക്ക് ഈ ഒരു ടൈമിൽ ശരിക്കും ഈ സീനറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയണ്ടാവും. അതായത് ഈ സീനറി ഇപ്പോൾ നമ്മളതിൽ വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്ക് നോക്കാം. വെള്ളത്തിനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഫീൽ അറിയാം. നമുക്ക് ഇവിടെ നിന്ന് പോരാൻ തോന്നില്ല, അത്രയ്ക്ക് രസമാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും മാക്സിമം വരും. അതായത് ഒരുപാട് തിരക്കൊക്കെ ഉള്ള വലിയ ഡാമുകളിൽ ഭയങ്കര സെറ്റപ്പ്, ഭയങ്കര ഇതൊക്കെ ആയിട്ട്. ഇതെന്താ വെച്ചാൽ അധികം ആളുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു എക്കോ അതായത് ഒരു പ്രകൃതിയോട് ചേർന്നിട്ടുള്ളൊരു സംഭവം നമുക്ക് ഫീൽ ചെയ്യും. വെള്ളം വരുന്നത് വെള്ളം കൈ കഴുകി നമ്മൾ കണ്ട ആ മലയൊക്കെ കാണാൻ ഭയങ്കര രസമായിരിക്കും. അപ്പം നമ്മളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതാ അവിടെ കുറച്ച് എന്താ വെച്ചാൽ ഇന്നിപ്പോൾ തുഴക്കാരൊന്നും ഇല്ലാതൊന്നും, അല്ലെങ്കിൽ നമുക്ക് തുഴഞ്ഞിങ്ങനെ പോയായിരുന്നു. ചെറിയൊരു വഞ്ചിയുടെ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളവരും അവിടെ ഇല്ല. എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്കിങ്ങനെ ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ല. അത്ര അടിപൊളി. നമുക്കൊന്ന് കാണാം. അതൊന്ന് സ്ക്രീനിൽ അടിപൊളിയായിട്ടൊന്ന് വീഡിയോ എടുത്തത്. ഇത് അക്കരക്കൊക്കെ കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആളൊന്നുമില്ല, ഇല്ലെങ്കിൽ നമുക്കിതിൽ തുഴഞ്ഞു പോയായിരുന്നു. വഞ്ചി പോലത്തെ ഒരു സംഭവം, ചെറിയ അങ്ങനെ തുഴയുള്ളത്. തുഴഞ്ഞു നമുക്ക് പോവാം. പിന്നെ എന്താ വെച്ചാൽ നല്ല ഒരു രസമാണ്. ഒരു കാട്ടിൻ്റെ ഉള്ളിലൊരു ഡാം. അത് അധികം ആൾക്കാരൊന്നും ഇല്ലാതെ നല്ലൊരു രസമായിട്ടുള്ള സംഭവമാണ്. അവിടെ കണ്ടോ ആ സീനറിയൊക്കെ നല്ല ഒരു രസം തോന്നുന്നുണ്ട്. സൂപ്പറായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ്. ഗൈസ്, ഇനി നമുക്ക് ഊഞ്ഞാലാണ്. നമ്മുടെ കുട്ടികളൊക്കെ വന്ന ഊഞ്ഞാലാടാനുള്ള ചെറിയ സെറ്റപ്പിൽ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് എങ്ങനെയുണ്ട് ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി വെക്കും. കുറേ കാലം നോക്കാനൊക്കെ കുറച്ച് ഭംഗിയുണ്ട്. ആഹാ, നല്ല രസം കേട്ടോ അങ്ങനെ കാണുമ്പോൾ. അങ്ങനെ ആടുന്ന ഭയങ്കര ഒരു പ്രത്യേക സുഖാട്ടോ. നല്ല പണ്ടൊക്കെ തിരുവാതിര ആകുമ്പോൾ ഒരു 10-20 കൊല്ലം മുമ്പ് ഊഞ്ഞാൽ
ഊഞ്ഞാലാടിയിട്ടാ മാവിൻ്റെ പിന്നെ പാടുന്നപ്പോളാ ഏതാ ഫീല്. നേരത്തെ പറഞ്ഞല്ലേ ആനയുള്ള സ്ഥലമാണ്, ഡേഞ്ചറാണെന്ന്. അതാ ആന കേട്ടോ, തൊട്ടടുത്തുണ്ട് ആനയുടെ ഒരു ആനക്കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ. അതായത് ഒരു 1, 2, 3, 4 വലിയ ആന, ഒരു കുട്ടിയാണ്. അതായത് ഞങ്ങൾ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് അവിടുന്ന് പോരുമ്പോൾ. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആനകളുള്ള സ്ഥലമാണ്, ഭയങ്കരമാണ്. ആനയുടെ തൊട്ടടുത്ത് ഒരു 4 മീറ്റർ അപ്പുറം ഞങ്ങൾ നിൽക്കുന്നത്. ആനക്കൂട്ടം തന്നെ ഉണ്ട്. രണ്ട് ആനക്കുട്ടികളുണ്ട് കേട്ടോ, ഒരു ആനക്കുട്ടി. ഞങ്ങളവിടെ നിന്ന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ആനക്കൂട്ടം കണ്ടില്ല, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ഒറ്റയ്ക്കൊരു ആന നിൽക്കുന്നുണ്ട്. തന്നെ നിൽക്കുന്നത് ഒരു ഏകദേശം ഒരു 4 മീറ്റർ 5 മീറ്റർ അടുത്താണ് നിൽക്കുന്നത്. ആന തീറ്റ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഒരു ധൈര്യമുള്ളവർക്ക് വരാം, കാരണം ആനകളുള്ള ഏരിയയാണ്. ഇപ്പോൾ 2 സ്ഥലത്തായി ആന കാണുന്നു. നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് ഇത് കാണുന്നത്. ഇന്നത്തെ കാഴ്ചകളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടോ? കാരണം ഇതിപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് ഇങ്ങനെ ട്രാവലിംഗ് വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്, ഞാനും ഫ്രണ്ടും കൂടിയിട്ട്. അപ്പോൾ അവൻ ക്യാമറ കൈകാര്യം ചെയ്തു. സന്ദീപ് എന്നാണ് പേര്. ക്യാമറ നന്നായി കൈകാര്യം ചെയ്യുന്ന അറിയുന്ന ആളാണ് അത്യാവശ്യം. അപ്പോൾ അവൻ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ചെയ്യുന്ന ആളാണ് സന്ദീപ്. അപ്പോൾ അവന് ഞാനും കൂടി വെറുതെ ഇങ്ങനെ കറങ്ങാറിറങ്ങി. അപ്പോൾ ഇതിൽ കുറച്ച് തെറ്റുപാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇതേപോലത്തെ വീഡിയോസ് നമ്മളിടും, ഇട്ടിട്ടാണ് പഠിക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.